സംസ്ഥാനത്ത് പകർച്ചവ്യാധികളുടെ ആശങ്ക ഏറുകയാണ്. ഇപ്പൊ ഇന്നലെ മാത്രം പനി ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സ തേടിയത് 12,191 പേരാണ്. പ്രതിദിന ഡെങ്കി ബാധിതരുടെ എണ്ണം 100 കടന്നിട്ടുണ്ട്. 4 മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്തു. ഈ മാസം മാത്രം ഷിഗല്ല സ്ഥിരീകരിച്ചത് 91 പേർക്കാണ്. രോഗവ്യാപനം രൂക്ഷമായ പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ആരോഗ്യ വകുപ്പ്. സനിസ ശോഭാചന്ദ്രൻ നമുക്കൊപ്പം തത്സമയം ചേർന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സനിസ, ഗുഡ് മോർണിംഗ്. ഇപ്പം സർക്കാർ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഡ്രൈ ഡേ ഒക്കെ ആചരിക്കാനുള്ള നീക്കത്തിലും ഒരുക്കത്തിലും ഒക്കെയാണ്. പക്ഷെ അപ്പോഴും നമുക്ക് ഈ ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്ന് വെച്ചാൽ പകർച്ചവ്യാധി വ്യാപനത്തിന് പൂർണ്ണമായും തടയിടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതേ സേതു, പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ നടത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ പകർച്ചവ്യാധികൾ വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. 12,194 പേർക്കാണ് പനി ബാധിച്ച് അവർ ചികിത്സ തേടിയത്. കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. കൂടാതെ തന്നെ ഡെങ്കിപ്പനി 105 പേർക്കാണ് സ്ഥിരീകരിച്ചത്. 100 കടന്നിരിക്കുകയാണ്. ഇന്നലെ 2 മരണമുണ്ടായി. ഇന്നലെ പകർച്ചവ്യാധികളിൽ 4 മരണമുണ്ടായത്. 2 മരണം ഡെങ്കിപ്പനിയിലായിരുന്നു. 1 മരണം വയറിളക്ക സംബന്ധമായ രോഗത്തിലും കൂടാതെ ഷിഗല്ലയിലും 1 മരണമുണ്ടായി. ഷിഗല്ല 12 പേർക്കാണ് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതോടുകൂടി 91 പേരായി ഷിഗല്ല ഈ മാസം മാത്രം സ്ഥിരീകരിച്ചവരുടെ എണ്ണം. കൂടാതെ കൂടുതൽ ജില്ലകളിൽ വ്യാപനം നടന്നിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ ഷിഗല്ല കേസുകൾ വരികയാണ്. മരണം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. വ്യാപനം തടയാൻ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കൂടാതെ 3681 വയറിളക്ക രോഗങ്ങളുമുണ്ട്. അതിലും മരണം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. 19 പേർക്കാണ് സംസ്ഥാനത്ത് എലിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ ജപ്പാൻ ചുരം, ഇടുക്കിയിലെ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് മലേറിയയും അടക്കം കണ്ടുപിടിച്ച ഒരു സാഹചര്യമാണ്. എല്ലാ തരത്തിലും ചിക്കൻ ബോക്സും മഞ്ഞപ്പിത്തവും ഒക്കെ സംസ്ഥാനത്തുണ്ട്. അങ്ങനെ എല്ലാ ആശുപത്രികളിലേക്കും ആളുകൾ നിറഞ്ഞ് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഈ ആരോഗ്യ വകുപ്പിൽ നിന്നൊക്കെ വരുന്നത്. മാസ്ക് ധരിക്കണം. കുട്ടികൾക്ക് പനിയും ജലദോഷവും ഉണ്ടെങ്കിലൊക്കെ സ്കൂളിലേക്ക് വിടരുത്. സ്കൂളിന് തൊട്ടടുത്തുള്ള ജലസ്രോതസ്സുകളൊക്കെ പരിശോധിക്കണം. സ്കൂളിലെ കഞ്ഞിപ്പുര പരിശോധിക്കണം തുടങ്ങിയ കടുത്ത നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കൂടാതെ നാളെ മുതൽ സംസ്ഥാനത്ത് 3 ദിവസം ഡ്രൈ ഡേ ആചരിക്കാനും ആരോഗ്യ വകുപ്പ് ഒരുങ്ങുന്നുണ്ട്. നാളെ വെള്ളിയാഴ്ച സ്കൂളുകളിലായിരിക്കും ഡ്രൈ ഡേ ആചരിക്കുക. ശനിയാഴ്ച സർക്കാർ ഓഫീസുകളിൽ, ഞായറാഴ്ച എല്ലാ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കും. ഡെങ്കിപ്പനിയുടെ വലിയ വ്യാപനമുണ്ട്. നമുക്കറിയാം, ശുദ്ധജലം കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഈഡിസ് കൊതുകുകൾ മുട്ടയിടുക. അത്തരത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ പാളിയെങ്കിലും ഇനിയെങ്കിലും ദ്രുതഗതിയിൽ എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ തന്നെയാണ് ആരോഗ്യ വകുപ്പ് ഒരുങ്ങുന്നത്. ഇതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്കും കളക്ടർമാർക്കും ഒക്കെ നിർദ്ദേശം നൽകി. ഡ്രൈ ഡേ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ കളക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശുചീകരണ പ്രവർത്തനങ്ങൾ ഒരു പിടി ശക്തമാക്കാൻ തന്നെയാണ് ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി. കാരണം രോഗം വന്നിട്ട് അതിനെ പ്രതിരോധിക്കുന്നതിനേക്കാളിലും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വഴി അത് രോഗം വരുന്നത് തടയുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ നടത്തിയാൽ മാത്രമേ വരുന്ന ഒരു സമയത്തെങ്കിലും ഈ രോഗവ്യാപനം തടയാൻ കഴിയൂ. കൂടാതെ തന്നെ ഇപ്പോൾ മാത്രമല്ല, വരും കാലത്തും രോഗവ്യാപനം തടയാൻ വേണ്ടി ഹൈപവർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രോഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് ആരോഗ്യ വകുപ്പ്.